गण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। സുഹൃത്തുക്കളെ, റിപ്പബ്ലിക് ദിന ആശംസ. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനം പോലെ തന്നെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനവും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. കാലഘട്ടം എന്താണെന്നുള്ള ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഉത്ഭവം തൊട്ട് ഉണ്ടായിട്ടുണ്ട്. പൊതുവെ നമ്മൾ പറയുമ്പോൾ സമാധാനപൂർവമായിട്ടുള്ള മഹാത്മജി നയിച്ച സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുമെങ്കിലും ഇതുമാതിരിയുള്ള സാഹചര്യം ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിലുണ്ടായി. അതിനുശേഷം അനേകം പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരുപാട് സംഘർഷങ്ങളുണ്ടായി, രക്തച്ചൊരിച്ചിലുണ്ടായി, കലാപങ്ങളുണ്ടായി. അതിൽ വിവിധ മതങ്ങളിൽപ്പെട്ടവരുടെ സംസ്ഥാനങ്ങളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരല്ല. കാശ്മീരിലുണ്ടായി, സിഖ് ഭൂരിപക്ഷമുള്ള പഞ്ചാബിലുണ്ടായി, ഗിരിവർഗ ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നാഗാലാൻഡിൽ, മിസോറാമിൽ ഉണ്ടായി, തെലങ്കാനയിൽ. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ പോലും ഒരു വെള്ളിരേഖയായി, ഒരു മാതൃകയായി മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സംശയവും നമുക്ക് വേണ്ട. ഇന്ന് കേരളത്തിലെ ഏറ്റവും മതേതര സംഘടനയും സ്ഥാപനങ്ങളും ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ്. കാരണം ഞങ്ങളുടെ 100 പ്രിൻസിപ്പൽമാരിൽ പകുതിയോളം പേരെങ്കിലും മറ്റുള്ള മതത്തിൽപ്പെട്ടവരാണ്. ഈ സ്ഥാപനം തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഏറ്റവും കാര്യപ്പെട്ട ഒരുപാട് പൊസിഷനിലിരിക്കുന്നത് മറ്റു മതസ്ഥരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഇത് ആണ് ഒരു വെള്ളിരേഖ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ വർഗീയത വളർന്നിട്ടുണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിട്ടും മതസംഘടനകളിലാണ് കൂടുതലുള്ളത്. അല്ലാതെ കേരള ഫിലിം ചേംബറിലോ കേരള ചേംബർ ഓഫ് കോമേഴ്സിലോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിലാളി സംഘടനകളിലോ അല്ലെങ്കിൽ കൂട്ടായ്മകളിലോ ഒന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം പലപ്പോഴും അവിടെയൊക്കെ ഇലക്ഷനുകൾ നടക്കുമ്പോൾ അതൊരു വർഗീയ ചേരിതിരിവിലല്ല ഈ ഇലക്ഷൻ നടന്നത്. ഈ സംഘടനകൾ അതേമാതിരി തന്നെയാണ് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും. അവിടെ ഒന്നും ഒരു വർഗീയത നിലനിൽക്കുന്നില്ല. എന്തിനു പറയുന്നു? ഈ വർഗീയത ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുള്ള കൊല്ലമാണ്. അപ്പോൾ സൗഹാർദ്ദങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും എല്ലാം വർഗീയതയെല്ലാം കീഴടക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഇത്തരത്തിലുള്ളവരാണ് കൂടുതൽ പേര്. ഏതായാലും ഈ ജനഗണമന ആണിപ്പോൾ നമ്മളിപ്പോൾ പാടിയത്.
ഈ ജനഗണമനയുടെ പിന്നിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. അത് ഇക്ബാലിൻ്റെ സാരേ ജഹാൻ സേ അച്ഛാ, അത് വന്ദേ മാതരം ഒക്കെ ആക്കണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ അന്നത്തെ രാഷ്ട്രപിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു ദേശീയഭക്തി ഗാനം വേണ്ട. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ബംഗാളി ഗാനം, അല്ലെങ്കിൽ നമുക്കത് ഹിന്ദിയിലെടുക്കാൻ വരും, പക്ഷെ അത് ബംഗാളിയിലെടുക്കാനുള്ള കാരണം ഇതായിരുന്നു. അതിൽ തന്നെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ തന്നെ പ്രാചീന പദങ്ങളാണ്. ദ്രാവിഡ, ഉത്കല. ഉത്കല എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്ക് ആ പേര് തന്നെ അറിയില്ല, അത് ഒറീസനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ദ്രാവിഡ എന്താണ് ഉദ്ദേശിക്കുന്നത്? സിന്ധ് ഇല്ല, ഇന്ന് നമ്മുടെ ഭാഗമായിട്ട് സിന്ധില്ല. അതേമാതിരി തന്നെ രാഷ്ട്രഭാഷ എന്താക്കണം എന്നുള്ള ചർച്ച വന്നപ്പോൾ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് രാഷ്ട്രഭാഷ ഹിന്ദിയാണെന്നുള്ളത്. ഹിന്ദി രാഷ്ട്രഭാഷ അല്ല. അന്ന് ഭൂരിപക്ഷത്തിൻ്റെ ഭാഷ ഹിന്ദിയാണെന്നും അത് രാഷ്ട്രഭാഷ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ദ്രാവിഡ കഴകത്തിൻ്റെ മുന്നേറ്റ കഴകത്തിൻ്റെ നേതാവായ അണ്ണാദുര പറഞ്ഞു, അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രപക്ഷീയതാക്കണമെന്ന് ചോദിച്ചാൽ കൂടുതലുള്ളത് കാക്കയാണ്, അതുകൊണ്ട് നമുക്ക് മയിലിനാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാക്കനാക്കിയാൽ മതി. അത് അംഗീകരിച്ചുകൊണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിലാക്കണം. മഹാത്മാജി പറഞ്ഞത് ഹിന്ദുസ്ഥാനിയിലാക്കണം, അത് ഹിന്ദിയും ഉറുദുവും കൂടി. അവസാനം ഒത്തെറുപ്പുണ്ടായി. ഇന്നുള്ള ആ സമയത്ത് 15 ഭാഷകളാണുള്ളത്. അതിനെല്ലാം ദേശീയ ഭാഷയുടെ സ്റ്റാറ്റസ് നൽകാമെന്നും അതിൽ പ്രാമുഖ്യം ഹിന്ദിക്ക് കൊടുക്കാം എന്നുള്ള തീരുമാനമുണ്ടായി. അപ്പോൾ ഹിന്ദി രാഷ്ട്രഭാഷയാണെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പ്രാമുഖ്യം കൊടുക്കാം എന്നുള്ള മാത്രം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിവിധ മതങ്ങളെ മത ഭാഷ എന്ന് നമുക്ക് പറയാം. മതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ ആയിട്ടുള്ള ഉറുദു, സംസ്കൃതം, ഈ ഭാഷകളെ കൂടി അതിൽ ഉൾപ്പെടുത്തി, ഈ പറഞ്ഞ ഭാഷകളിൽ അത് നമ്മുടെ മതേതരത്വം കാണിക്കുന്നതാണ്. മലയാളം ഉൾപ്പെടുത്തിയാൽ എല്ലാവർക്കും കൊടുക്കും, തമിഴ് ഉൾപ്പെടുത്തിയാലും എല്ലാവർക്കും, തമിഴ്നാട്ടിലുള്ള എല്ലാ തമിഴന്മാർക്കും കൂടെ ഉള്ള ഭാഷയാണ്. പക്ഷേ സംസ്കൃതം ഉൾപ്പെടുത്തിയതിൻ്റെ കാര്യം ഹൈന്ദവ സംസ്കാരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സനാതന ധർമ്മത്തെ അല്ലെങ്കിൽ ആര്യസത്തിനെ അംഗീകരിച്ചുകൊണ്ടും മുസ്ലിമുകൾ ഉപയോഗിക്കുന്ന ലിപി എന്ന് പറഞ്ഞാൽ അറബിക്കിനോട് ചേർന്നിട്ടുള്ള പെർഷ്യോ അറബിക് ലിപി ആയതുകൊണ്ട് അതിൻ്റെ ഭാഷയിലെ വാക്കുകൾ കൂടുതൽ പെർഷ്യോ അറബിക് ആയതുകൊണ്ടും ഉറുദുവിനെയും അവർ അംഗീകരിച്ചു. അതേമാതിരി മഹത്തായ ഒരു സംഭവമുണ്ട്. ഇവിടുത്തെ കലോത്സവങ്ങൾ, കേരളത്തിൽ നടക്കുന്ന കലോത്സവങ്ങളിൽ അറബിയുണ്ട്. കേരളത്തിൽ നടക്കുന്ന കലോത്സവങ്ങളിൽ കന്നഡ ഭാഷയുണ്ട്. കർണാടകയിൽ ന്യൂനപക്ഷത്തെ കണക്കെടുത്ത് സംസ്കൃതമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്കൊക്കെ ഏറ്റവും വലിയ സ്ഥാനം എന്താണെന്ന് പറയാ ഇത് കിട്ടുന്നത്, കലാതിലകമൊക്കെ കിട്ടാൻ കാരണം ഈ ഭാഷകളൊക്കെ ഉൾപ്പെടുത്തിയതിനെ കൊണ്ട് ഈ ഫുട്ബോൾ കളിക്കാൻ പോണതിന് എതിരായിട്ട് വേറെ സോഫ്റ്റ് ബോൾ എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടാക്കിയിട്ട് കേരള സോഫ്റ്റ് ബോൾ ടീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പോഴും അയാളും കേരളത്തിൽ കളിച്ചു ഫുട്ബോൾ. എത്ര പേരാണ് ഫുട്ബോൾ കളിക്കുന്നത്, എത്ര പേരാണ് സോഫ്റ്റ് ബോൾ കളിക്കുന്നത് നമുക്കറിയാം. ഏതായാലും അതിൻ്റെ അർത്ഥം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട പരിഗണന എപ്പോഴും നമ്മുടെ രാജ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതമാണെന്ന് അർത്ഥവുള്ളൂ. കാരണം അസംബ്ലികളിലും ലോകസഭയിലും ഒക്കെ ഭൂരിപക്ഷം തന്നെയാണ് ഭൂരിപക്ഷമായിട്ട് നിലകൊള്ളുന്നത്, ഭൂരിപക്ഷ സമുദായം തന്നെ. അപ്പോൾ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെ എല്ലാം, അത് ഭാഷാപരമായ ന്യൂനപക്ഷമുണ്ട്, ഗോത്രപരമായിട്ടുള്ള ന്യൂനപക്ഷമുണ്ട്, മതപരമായ ന്യൂനപക്ഷമുണ്ട്, ജാതിപരമായ ന്യൂനപക്ഷമുണ്ട്, ഒരുപാട് ന്യൂനപക്ഷമുണ്ട്. ന്യൂനപക്ഷം ഇപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളത് മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷം എന്നുള്ള ആൾക്കാണ് പറയുന്നത്. അങ്ങനെയല്ല, ന്യൂനപക്ഷ പദവി നൽകുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു തമിഴ്നാട്ടുകാരന് ഇവിടെ വന്നാൽ അവർക്ക് ന്യൂനപക്ഷ പദവി കിട്ടും, അവർ സ്ഥാപനം നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിനെതിരായിട്ട് എന്ത് തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാലും അത് ജനങ്ങൾ നേരിടും. സാധാരണഗതിയിൽ ജനങ്ങളത് ബാലറ്റിലൂടെ നേരിടും. ഇപ്പം തന്നെ നമുക്കറിയാം, പല സംസ്ഥാനങ്ങളും പലരുമാണ് ഭരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ പ്രതികരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, തമിഴ്നാടും കേരളവും ഒക്കെ പ്രതികരിക്കുന്നതാണ് അതേത് ഗവൺമെൻറ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ ഈ
ഈ രാഷ്ട്രം സൃഷ്ടിച്ച രാഷ്ട്രപിതാക്കൾ, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അവരുടെ വീക്ഷണത്തിൽ കഴിഞ്ഞ ദശാബ്ദങ്ങളായി നിലനിന്നിട്ടുള്ള നമ്മുടെ ഈ രാഷ്ട്രം ഇന്ന് നേരിടുന്നതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോണെന്ന് മാത്രമല്ല, വർഗീയവാദം മാത്രമല്ല, മതമൗലികവാദമാണ് വർഗീയവാദത്തിൻ്റെ മാതാവ്. വർഗീയവാദത്തിൽ നിന്നാണ് തീവ്രവാദത്തിൻ്റെ മാതാവ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, അന്തർദേശീയ തീവ്രവാദവും അതിൽപ്പെടും. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, ഇതിൻ്റെയൊക്കെ തുടക്കം മതമൗലികവാദമാണ്. എന്താണ് മതമൗലികവാദം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് മാത്രം ശരിയാണ്, അല്ലെങ്കിൽ എൻ്റെ മതം പറയുന്നത് മാത്രം ശരിയാണെന്നുള്ള കാഴ്ചപ്പാടിനെയാണ് മതമൗലികവാദം എന്ന് നമ്മൾ പറയുന്നത്. അത് കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചു വരുമ്പോൾ അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തീവ്രവാദവും വർഗീയവാദവും ഒക്കെ വളർന്നു വരുന്നത്. അതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി. അതിൻ്റെ ഈ കോളേജിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ചിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. ഞാൻ ഈ കോളേജ് സ്ഥാപിക്കാൻ വരുന്ന കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരും ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവരോടുകൂടി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ അവർ വഹിച്ച പങ്ക് എന്നോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.